മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ UDF പ്രതിഷേധ ധർണ നടത്തി. തദ്ദേശഭരണ സ്ഥാപനങ്ങളോടുള്ള ഗവൺമെന്റിന്റെ അവഗണനയിലും സംസ്ഥാനത്തെ വികസന മുരടിപ്പിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക നൽകാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് മാഞ്ഞൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പടിക്കൽ ധർണ നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി സുനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ 2016 വരെ നമ്മൾ പദ്ധതി രൂപീകരണം എന്ന് പറയുന്നത് ഓരോ വർഷത്തെയും പദ്ധതി വിഹിതം എത്രയാണോ അതിന്റെ 10% അധികരിച്ചുകൊണ്ടാണ് പിറ്റേ വർഷം പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് 10% അധികം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഏകദേശം 30%-ഓളം തുക റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് ഇനത്തിലും പ്ലാൻ ഫണ്ടിന്റെ ഇനത്തിലും ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിലും നോൺ റോഡ് വിഭാഗത്തിലും എല്ലാം വെട്ടിക്കുറച്ചുകൊണ്ടാണ് പദ്ധതി വിഹിതം തയ്യാറാക്കുന്നത്. അങ്ങനെ ആ പദ്ധതി വിഹിതം തയ്യാറാക്കി നമ്മൾ ആലോചിക്കണം, ഇന്ന് മാർച്ച് മാസം 6-ാം തീയതി പദ്ധതി നിർവഹണം ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയും വെറും 24 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 24 ദിവസങ്ങൾ അവശേഷിക്കുന്ന ഈ സാമ്പത്തിക വർഷ കാലയളവിൽ 45% താഴെയാണ് നമ്മുടെ പദ്ധതി ചെലവ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഈ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ പഞ്ചായത്തും പദ്ധതി നിർവഹണ കാര്യത്തിൽ എത്രമാത്രം പുറകിലാണ് എന്നുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കും. UDF മണ്ഡലം ചെയർമാൻ ബിനോ സക്കറിയാസ് അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ CM ജോർജ്, ലൂക്കോസ് മാക്കിൽ, ടോമി കാറുകുളം, സാലിമ ജോളി, ജെയ്നി തോമസ്, ലിസി ജോസ്, ജെയ്സൺ പെരുമ്പുഴ, അലക്സ് പാറശ്ശേരി, പ്രകാശ് വറുകാലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു.